ഹലോ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് വിജയണ്ണനാണ്. എവിടെ നോക്കിയാലും വിജയണ്ണനാണ്. വിജയ് അഭിനയം നിർത്തുന്നു, വിജയ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചകൾ, ഇങ്ങനെ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിജയ് അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. താൽക്കാലികമായി 2 വർഷത്തേക്ക് ഇടവേള എടുക്കുന്നു, സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നു എന്ന് മാത്രമാണ് നിലവിൽ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. വെറുതെ ഇപ്പോൾ പല വാർത്തകൾ വരുന്നുണ്ട്. വിജയ് അഭിനയം നിർത്തി, വിജയുടെ ഒരു സിനിമ ഇനി ഉണ്ടാവില്ല, ലിയോ 2 ഇനി സംഭവിക്കില്ല, അങ്ങനെ വിജയുടെ ഒരു സിനിമയും ഇനി തിയേറ്ററിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല. യഥാർത്ഥത്തിൽ വിജയ് അഭിനയം നിർത്തിയിട്ടൊന്നുമില്ല, 2 വർഷത്തെ ഇടവേള എടുക്കുന്നു എന്നത് മാത്രമാണ് സത്യം. അതും തലപതി 69 പ്രോജക്റ്റിന് ശേഷം മാത്രമേ ഈ 2 വർഷത്തെ ഗ്യാപ്പ് എടുക്കുകയുള്ളൂ. നമുക്കറിയാം, വിജയ് എന്നൊരു മനുഷ്യസ്നേഹി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ആരാധകരെയാണ്. ആ ആരാധകർക്ക് വേണ്ടി സിനിമ ചെയ്യാതിരിക്കും എന്ന് ഒരിക്കലും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴുള്ള സമയത്തിൽ നിന്ന് കുറച്ച് സമയം കൂടുതൽ ഇടവേളകൾ എടുത്തേക്കാം, പക്ഷേ വിജയ് സിനിമ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ തലപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് തമിഴക വെട്രി കഴകം? നമുക്കറിയാം, വിജയ് എന്ന നടന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ആ നടനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളാണ്. അവരുടെ തന്നെ കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന സംഘടനയിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാളിതുവരെയായിട്ടും ചെയ്തു വരുന്നു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. ആ ചടങ്ങിന് നടത്തിയ ഒരു സ്പീച്ച് ഓർക്കുന്നുണ്ടാവും. ആ സ്പീച്ച് പോലും അത്രയ്ക്കും ജനഹൃദയങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ വിജയ് എന്ന നടന്റെ റേഞ്ച് എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് സാമൂഹിക സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് തലപതി വിജയ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്. കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് വിജയ് എന്ന നടന്റെ ഉള്ളിലുള്ള ഒരു ആശയമാണ് നാടിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. തന്റെ കരിയർ എടുത്ത് നോക്കിയാൽ തമിഴ്നാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ള നടൻ തന്നെയാണ് തലപതി വിജയ്. കാരണം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം മേടിക്കുന്ന ഒരു നടനാണ് വിജയ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഭൂരിഭാഗവും ഈ വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടന വഴി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് വിജയ് ഇങ്ങനെ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു വിജയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ പ്രാവർത്തികമാകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതുപ്രകാരമാണ് ഒഫീഷ്യലായിട്ട് പാർട്ടിയുടെ പേരും മറ്റ് ഡീറ്റെയിൽസും കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തത്. പല ആളുകളുടെ ഒരു സംശയമാണ് ലോക്സഭാ ഇലക്ഷനിൽ ഈ പാർട്ടി മത്സരിക്കുമോ എന്നുള്ളത്. ലോക്സഭാ ഇലക്ഷനിൽ ഈ പാർട്ടി മത്സരിക്കില്ല. വിജയണ്ണന്റെ എയിം എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഇപ്പോൾ തന്നെ വിജയ് പ്രഖ്യാപിച്ചിരുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുന്നേ ലിയോ സിനിമയുടെ സക്സസ് മീറ്റിൽ അണ്ണൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറയണ്ടായി, കപ്പ് മുഖ്യം ബിഗിലെ എന്നുള്ളത്. എല്ലാവരും കണ്ടറിഞ്ഞതാണ്. ആ സമയത്തുണ്ടായ ഒരു ഓളമൊക്കെ. അമ്മയെ ശല്യം ചെയ്തയാളെ മകൻ തലക്കടിച്ചു കൊന്നതിനു ശേഷം അമ്മയുടെ കാൽക്കൽ കാഴ്ചവെച്ചു. പ്രസാദിന്റെ അമ്മ ഗൗരി കൂലിവേലയ്ക്ക് പോയാണ് ജീവിക്കുന്നത്. അല്ലിപ്പുരം എലൈറ്റിൻ ഹോട്ടൽ ജംഗ്ഷനിൽ വാഹനം കാത്തു നിൽക്കുന്നതിനിടെ ഒരാൾ പിറകെ കൂടി അശ്ലീല വാക്കുകളും ചേഷ്ടകളുമായി ഇയാൾ ശല്യം തുടങ്ങി. തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായി. ഇതോടെ ഗൗരി വീട്ടിൽ വിവരം അറിയിച്ചു. 10 മിനിറ്റിനുള്ളിൽ ഗൗരിയുടെ മകൻ പ്രസാദ് ബൈക്കിൽ സ്ഥലത്തെത്തി. ഗൗരി വിവരങ്ങൾ പറയുന്നതിനിടെ ശല്യം ചെയ്തിരുന്ന ഇട റോഡിലൂടെ ഓടി. ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് 2026 അണ്ണൻ കപ്പടിക്കും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ജയലളിത, MGR, കരുണാനിധി, അങ്ങനെ ഒരുപാട് സ്റ്റാർഡം ഉള്ള ആളുകൾ സിനിമയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളുകളായിരുന്നു. ഈ അടുത്ത് തന്നെ പറയാനാണെങ്കിൽ ഉലകനായകൻ കമൽഹാസന്റെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതിമയം പ്രവർത്തനം തുടർന്നു വരുന്നു. അതുപോലെ തന്നെ പണ്ട് തൊട്ടേ ഒരുപാട് ആളുകൾ ചെകഞ്ഞു നോക്കുന്നൊരു കാര്യമാണ് എന്താണ് വിജയുടെ പൊളിറ്റിക്സ് എന്നുള്ളത്. വിജയുടെ പൊളിറ്റിക്സ് എന്താണെന്ന് സിനിമകൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മെർസൽ എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് GST പരാമർശം ഒരുപാട് വിവാദം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തലൈവ എന്ന പടത്തിന്റെ ടാഗ് ലൈൻ, ടൈം ടു ലീഡ് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ഒരുപാട് വലിയ വിമർശനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ സർക്കാർ എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഏത് പടം എടുത്തോ, ഇപ്പോൾ കത്തി ആയിക്കോട്ടെ, ഏത് പടം എടുത്തു നോക്കിയാലും അതിലെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതാണ് വിജയ് എന്ന നടന്റെ നിലപാട് എന്ന് പറയുന്നത്. റിയൽ ലൈഫിലും ഫേക്ക് കാണിക്കാതെ റിയൽ ക്യാരക്ടർ എന്താണോ അത് തന്നെ അദ്ദേഹം പുറത്തും കാണിക്കും. അതാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറയുണ്ടായി, അംബേദ്കറിനെ പോലെയും പെരിയവറിനെ പോലെയും ആവണം എന്നുള്ളത്. അതിൽ തന്നെ അദ്ദേഹം പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായി അടിവരയിട്ട് പറയുന്നുണ്ട്. വിജയ് എന്ന നടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന K. കാമരാജ് എന്ന് പറയുന്നത്. വിജയ് എന്ന താരത്തിലുപരി വിജയ് എന്ന രാഷ്ട്രീയ നിരീക്ഷകനെ നമുക്കവിടെ അറിയാൻ സാധിക്കും.
തനിക്ക് നേരെ ഉണ്ടാകുന്ന എതിർപ്പുകളൊന്നും വിജയ് എന്ന നടനെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, ED വന്ന് റെയ്ഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സെൽഫി ഉണ്ടെന്നങ്ങ് എടുത്തു. ആ സെൽഫി ഉണ്ടാക്കിയ ഓളം എന്താണെന്ന് ഇന്നും പലർക്കും അറിയാവുന്നതാണ്. വിജയ് വീട്ടിൽ പണം ഏതും സിക്കവില്ലേ. 2021 ഇലക്ഷനിൽ സൈക്കിളിൽ പോയി വോട്ട് ചെയ്ത ഒരു സംഭവം. ഇനി എന്താണ് വിജയ് സിനിമകൾക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വിജയ് സിനിമ ഓൺ പ്രോസസ്സാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോട്ട് എന്ന് പറയുന്ന സിനിമയാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിനിമ ശരിക്കും റണ്ണിംഗ് ആണ്. ഈ വർഷത്തേക്ക് ആ സിനിമ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അതിനടുത്തത് തലപതി 69 ആണ്. അത് ആര് ചെയ്യുമെന്നോ അത് എന്ന് റിലീസാകുമെന്നോ ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ആവുന്നത് വരെ ഉള്ളൂ. ഈ തിരക്കുകളും കാര്യങ്ങളും കഴിഞ്ഞാൽ അണ്ണൻ സിനിമയിലായിട്ട് തന്നെ വരും. ആ ഇടവേളകൾ കൂടിയേക്കാം എന്നുള്ളതല്ല, സിനിമയിൽ നിന്ന് വിജയ് എന്ന നടന് ഒരിക്കലും വിട്ടുമാറി നിൽക്കാൻ പറ്റത്തില്ല. വിജയ് എന്ന നടനെ വളർത്തിയത് സിനിമ എന്നൊരു ഒറ്റ മാധ്യമമാണ്. അപ്പോൾ ഒരിക്കലും വിജയണ്ണൻ സിനിമ നിർത്തുമെന്നോർത്ത് ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു 2-3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തലപതി വിജയ് എന്ന് പറയുന്ന ടൈറ്റിൽ കാർഡ് വീണ്ടും തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ആരവം എന്താണെന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ സിനിമ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലിയോ 2 ബാക്കിയുള്ള സിനിമകളൊക്കെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും